കാണിച്ചേക്കുന്നത്. റിഡീം ചെയ്യാനുള്ള സമയം കാലാവധി കൂടി പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സുനിൽജി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ചോദിച്ചു. ഒരു സംശയമുള്ളത്, ഈ ലോയൽറ്റിയുടെ ഈ പെർസെന്റ് 20% എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നമുക്ക് എവിടെയാ കാണാൻ പറ്റുന്നത്? അത് നമ്മളുടെ മൊബൈൽ ആപ്പിൽ ഉണ്ടല്ലോ, പഴയ നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കുന്ന, അതായത് നമ്മുടെ പേര്, നമ്മുടെ പൊസിഷൻ, നമ്മൾ ചെയ്ത പർച്ചേസ് അവിടെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും. അത് ആപ്പില് ഓപ്പൺ ചെയ്ത് ഡാഷ്ബോർഡിലാണ് കാണിക്കുന്നത്. അതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉള്ളത്, അത് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചില സമയത്ത് പേഴ്സൻറ്റേജ് കാണിക്കുന്നില്ലായിരുന്നു, ഇപ്പൊ പേഴ്സൻറ്റേജ് കാണിക്കുന്നുണ്ടെങ്കിലും LRP പോയിന്റ്സ് കാണിക്കുന്നത് തെറ്റാണ്. ശരിക്കും 5000 ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ആപ്പിൽ കാണേണ്ടത് 800 പോയിന്റ്സ് ആണ് ഇപ്പൊ എന്റെ കാണേണ്ടത്. അതിന് 5320 LRP പോയിന്റ്സ് ആണ് കാണിക്കുന്നത്. അത് പലരുടെയിലും അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു. നേരത്തെ സുനിൽജി റിപ്പോർട്ട്സിലായിരുന്നു നേരത്തെ ലോയൽറ്റി പ്രോഗ്രാം നമ്മുടെയും നമ്മുടെ ഡൗൺലൈൻസിനെയും കാണിച്ചിരുന്നത്. പക്ഷെ അതിന് പകരം നമ്മുടെ പേഴ്സണൽ BVയും ഗ്രൂപ്പ് CV കാണിക്കുന്ന അവിടെ തന്നെ നമ്മൾ ഏത് സ്ലാബിലാണ്, എത്രയാണ് നമ്മുടെ LRP പോയിന്റ്സ് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ സുനിൽജി പറഞ്ഞ പോലെ ഒരുപക്ഷെ അതില് അപ്ഡേഷൻസ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ലോയൽറ്റി ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഇനി റിപ്പോർട്ട്സിൽ പോകണ്ട, നേരെ മറിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് കാണുന്ന ആ പേജിൽ ഈ പറയുന്ന കാര്യങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ പൊസിഷൻ, നമ്മുടെ പേഴ്സണൽ CV, നമ്മുടെ ഗ്രൂപ്പ് CV കാണിക്കുന്ന പേജിലാണ് ഈ ലോയൽറ്റിയുടെ ഡീറ്റെയിൽസ് കാണുന്നത്. ഓക്കെ, അതിലൊക്കെ അപ്ഡേഷൻസ് ഉടനെ സംഭവിക്കാം. ഓക്കെ, ഇനി നേരത്തെ സുനിൽജി പറഞ്ഞൊരു കാര്യം, പഴയ ആളുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ രീതിയിൽ 6 മാസം കഴിഞ്ഞോ, ഇനി 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 12 മാസം ആകുമ്പോഴായിരിക്കും ലോയൽറ്റി ഫ്രീ പ്രോഡക്ട്സ് കിട്ടുന്നത്. അതേസമയം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് 3 മാസം കഴിയുമ്പോൾ തന്നെ അവരുടെ സ്ലാബ് അനുസരിച്ച് പ്രൊഡക്റ്റുകൾ റെഡീം ചെയ്യാം. അതായത് പഴയ ആളുകൾക്ക് അതല്ല, നമ്മൾ നേരത്തെ തുടങ്ങിയതുണ്ട്, ഒന്നുകിൽ 6 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞ് എടുക്കാം. അതല്ല എങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 12 മാസം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ പഴയ പ്ലാനിലുള്ള കണക്ക് രൂപയുടെ അടിസ്ഥാനത്തിലും പുതിയ ഫെബ്രുവരിക്ക് ശേഷമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോയൽറ്റി റിവാർഡ്സ് LRP പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1 രൂപ പോലും കമ്പനി നമുക്ക് നഷ്ടപ്പെടുത്തില്ല. ആ രീതിയിലായിരിക്കും നമ്മുടെ ഇന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ക്ലിയർ ആയോ ഏകദേശം? ഓക്കെ, എനിക്ക് 20% ആണ് കാണിക്കുന്നത് സർ. വേറെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, എല്ലാവർക്കും അറിയാമായിരിക്കാം, എന്നാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ ലോയൽറ്റിയില് നമ്മള് ഇപ്പോ മറ്റേ 70%, 50% ഓഫറൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിന്റെയും കൂടി ആഡ് ആവുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ലോയൽറ്റിയിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ 500 CV വേണമെന്നല്ല പറഞ്ഞത് നമുക്ക് ലോയൽറ്റി. ഓക്കെ, ഇതില് 70%, 50% ഓഫറൊക്കെ വന്നിട്ടുണ്ടല്ലോ നമുക്ക്, ഏർബൻ കളറ്, മാസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അതും ഈ ലോയൽറ്റിയിലേക്ക് ആഡ് ആവുന്നുണ്ട്. അത് 500 CV ഒന്നും വരുന്നില്ലല്ലോ, എന്നാലും നമ്മുടെ എനിക്ക് തോന്നുന്ന മിനിമം 500 CV ചെയ്തെങ്കിൽ അതും കൂടി ആഡായി വരുന്നുണ്ട് ലോയൽറ്റിയില്. ഓക്കെ, ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല. മേഴ്സി മാഡം നന്നായിട്ട് നമ്മുടെ കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളായിരുന്നുകൊണ്ട് ആയിരിക്കും മാഡത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. കമ്പനി പറഞ്ഞ പ്രകാരം മിനിമം 500 CV ഉള്ളത് മാത്രമേ രണ്ടാമത്തെ അപ്ഡേഷൻ അനുസരിച്ച് ലോയൽറ്റിയിൽ ഉൾപ്പെടുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. മാഡം ചെക്ക് ചെയ്തായിരുന്നോ മേഴ്സി മാഡം? ഞാൻ ഇപ്പോ വാങ്ങിയതില് ആ ഓഫറിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഓക്കെ, അത് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ അത് ഏതാണ്ട് ഒന്ന് മാസ്ക് ആണ് ഞാൻ എടുത്തത്, ഒന്ന് ലിപ് കളറാണ് എടുത്തത്. അപ്പൊ അതിന്റെ ഇത് നമുക്ക് ആ ഓഫറിന്റെ ഇതിലോട് നമ്മൾ ചെയ്തേക്കണ പേഴ്സണൽ CVയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അത് 125. അത് ആഡ് ആയിട്ടുണ്ട്.
ഓക്കെ, അത് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം പിന്നെ കേട്ടോ. അതുപോലെ മാസ്കിന്റെയും ഞാൻ നോക്കിയപ്പോഴേക്കും അതും ആഡായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് സാധാരണ ലോയൽറ്റി പറയും, ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് നമ്മളുടെ ബാങ്ക് സബ്സിഡി എന്ന് പറഞ്ഞ് നമ്മൾ പറയുമായിരുന്നു നേരത്തെ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിന് 7%, ദെൻ 10%, ദെൻ 15%, അങ്ങനെ ലാസ്റ്റ് 16% വരെ നമ്മൾ പറയുമായിരുന്നു നമ്മുടെ ബാങ്കിൽ സബ്സിഡി പോലെ പോകുമെന്ന്. അതെ. ഇവിടെ നമ്മളിപ്പോ ലോയൽറ്റിയുടെ ഒരു സ്ലാബ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ വേറെ വല്ലതും ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ അങ്ങനെ വല്ലതും വരുന്നുണ്ടോ? അതായത് ഇപ്പൊ മേഴ്സി മാഡം പറഞ്ഞ കറക്റ്റ് ഒരു പോയിന്റ് ആണ്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നിലവിലുള്ള പ്ലാൻ പ്രകാരം പേഴ്സണൽ പർച്ചേസിന് ബോണസ് ഇപ്പോ നിലവിലുള്ള പ്ലാനിൽ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. അത് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ പണ്ട് സബ്സിഡി എന്ന് പറയുന്ന ആ വാക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം പേഴ്സണൽ പർച്ചേസിന് എമൗണ്ട് ഇപ്പോ ബാങ്കിലേക്ക് വരുന്നില്ല നിലവിൽ പ്രകാരം. പക്ഷെ അതില് അപ്ഡേഷൻസ് ചിലപ്പോൾ വരാം. കാരണം നമ്മളതൊരു സജഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പനിയെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അതിന് പകരമായിട്ടാണ് നമുക്ക് വേറെ ഓഫറുകൾ ഇപ്പോൾ ഷെയറിംഗ് ബോണസ് ആയിട്ടും ട്രിപ്പിൾ പവർ ബോണസ് ആയിട്ടും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ പേഴ്സണൽ പർച്ചേസിന് നിലവിൽ സബ്സിഡി എന്നുള്ള കാര്യമില്ല. പക്ഷേ നമുക്ക് നിലവിൽ നെറ്റ്വർക്ക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ടീമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ലെവൽ ബോണസ് ഇപ്പൊ മന്ത്ലി ടീം ബോണസ് എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കും. പേഴ്സണൽ പർച്ചേസിനുള്ള ബോണസ് ഇപ്പൊ നിലവിൽ കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല. അതിന് മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ ഒരു പ്ലാനിന്റെ രീതി നോക്കിക്കഴിഞ്ഞാല് കസ്റ്റമറായ ആളുകളെ കമ്പനി കസ്റ്റമറായിട്ട് കണക്കാക്കിയിട്ട് അവർക്ക് ആദ്യം പറഞ്ഞ 3 ബെനിഫിറ്റുകളാണ് കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ അഡ്വൈസർ രീതിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി നെറ്റ്വർക്കിൽ ശ്രദ്ധിച്ച് കുറച്ചും കൂടി സ്പോൺസറിങ് നടത്തി കുറച്ചും കൂടി പണം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനു വേണ്ടി ഷെയറിംഗ് ബോണസ് നല്ലൊരു ബോണസാണ്, 20% തൊട്ട് താഴെ 10%. അതേമാതിരി തന്നെ ട്രിപ്പിൾ പവർ ബോണസ് അതും ആഴ്ചയിൽ കിട്ടുന്ന രീതിയിലേക്ക് അങ്ങനെയാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ പർച്ചേസിന് ഇപ്പൊ ബോണസ് ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടില്ല. അതിൽ അപ്ഡേഷൻ സംഭവിക്കുമോ എന്ന് അറിയില്ല. അപ്പൊ അതിന് പകരം നിങ്ങൾ നെറ്റ്വർക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, ടീം ഉണ്ടാക്കൂ, അതിലൂടെ വലിയ വരുമാനങ്ങൾ നേടൂ. അതിനോടൊപ്പം ഫിറ്റ്നസ് പോലെയുള്ള മേഖലകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അങ്ങനെ കൂടുതൽ മെച്ചമുണ്ടാക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇപ്പൊ കമ്പനി വന്നിട്ടുള്ളത്. ഇതിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ മേഴ്സി മാഡം, അതിലൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോ വീക്ക്ലി നമ്മുടെ ഈ ബോണസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ സ്പോൺസറിങ്ങിൽ കൂടി അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമെന്ന്. അപ്പൊ 4 തരത്തില് നമുക്ക് കിട്ടുമോ ഇതില്? അങ്ങനെ അതിലൊരു മന്ത്ലി ബോണസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഏതായിരിക്കാൻ വരുന്നത്? ഈ ലോയൽറ്റിയുടെ ആയിരിക്കോ ഇവര് ഉദ്ദേശിക്കുന്നത്? മന്ത്ലി ബോണസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന പോലെ തന്നെ നമ്മളും നമ്മുടെ കൂടെ വരുന്ന നെറ്റ്വർക്കിലുള്ള ആളുകളും കൂടി ചെയ്യുന്ന ബിസിനസ്സിന് നമുക്ക് അഡ്വൈസർ, സീനിയർ അഡ്വൈസർ, സിൽവർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ, പ്ലാറ്റിനം ഡയറക്ടർ, സഫയർ, റൂബി, എമറാൾഡ്, ഡയമണ്ട് അങ്ങനെ പോകുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഗ്രൂപ്പിൽ ഒരു മാസം വരുന്ന CV അനുസരിച്ച് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് നേരത്തെ എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ 29,700 ഒരു മാസം വരുമ്പോഴായിരുന്നില്ലേ, അല്ലെ 1,200 PV വരുമ്പോഴായിരുന്നില്ലേ നമ്മൾ സിൽവർ എന്നതിന് പേര് മറന്നു ഡയറക്ടർ ആയിരുന്നത്, അല്ലേ മേഴ്സി മാഡം? അതെ അതെ. 16% അക്യുമുലേഷൻ പ്ലാൻ ആണ്. ഇതിപ്പോ അക്യുമുലേഷൻ ഇവിടെ ഇല്ല. അതിന് നേരത്തെയും അക്യുമുലേഷൻ 16 എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. പിന്നെ മന്ത്ലിയുള്ള ബിസിനസിന്റെ ആയിരുന്നു പഴയ പ്ലാനിൽ നമുക്ക് വരുമാനം തന്നിരുന്നത്. ജസ്റ്റ് 16 എത്തുന്നതിന് സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അക്യുമുലേഷൻ. അത് കഴിഞ്ഞ പിന്നെ ഓരോ മന്ത്ലിയും വരുന്ന ബിസിനസിനനുസരിച്ചാണ് നമുക്ക് ബോണസ് തന്നിരുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിന് ഇപ്പൊ ഈ പെർസെന്റേജ് അതിലൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ഇപ്പൊ, അല്ലേ? 20,000 ഗ്രൂപ്പ് CV. 20,000 ഗ്രൂപ്പ് CV എന്ന് പറയുമ്പോൾ നമ്മളുടെ പേഴ്സണൽ CVയും ഗ്രൂപ്പിൽ മൊത്തം വരുന്ന CVയും കൂടി ചേർത്ത് ഗ്രൂപ്പ് CV. ഇത് മന്ത്ലി കിട്ടുന്ന ബോണസ് ആണ് കേട്ടോ. ആഴ്ചയിൽ കിട്ടുന്ന ബോണസ് നേരത്തെ പറഞ്ഞ ഷെയറിങ്ങും ട്രിപ്പിൾ പവറൊക്കെയാണ്. ഇത് 20,000 വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് സിൽവർ ഡയറക്ടർ എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബോണസ് നമ്മുടെ ലെവൽ അനുസരിച്ചാണ്. നമ്മുടെ താഴെ വന്നിരിക്കുന്ന ആളുകളുടെ ലെവൽ അനുസരിച്ച്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ലെവലാണെന്നാണ് എന്റെ ഓർമ്മ. നമുക്ക് ഇവിടെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. അതാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന മന്ത്ലി ബോണസ്.
അതിനോടൊപ്പം നമ്മൾ സ്മാർട്ടായിട്ട് ആ മാസം വീക്കിലി സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഷെയറിംഗ് ബോണസും കമ്പനി പറയുന്ന ട്രിപ്പിൾ പവർ ബോണസിന് ക്വാളിഫൈഡ് ആയിട്ട് അത് നമുക്ക് വീക്കിലി ആദ്യത്തെ ആഴ്ചയിൽ, രണ്ടാമത്തെ ആഴ്ചയിൽ, മൂന്നാമത്തെ ആഴ്ചയിൽ ലഭിച്ചിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടെങ്കിൽ. അതില്ല എങ്കിൽ മന്ത്ലി നമുക്ക് ഈ ഒരു ടീം ബോണസ് കിട്ടും. അതിന്റെ ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞ 20,000 സിൽവർ ഡയറക്ടർ, 40,000 ഗോൾഡ് ഡയറക്ടർ, 60,000 വരികയും 3,000 പേഴ്സണൽ CV ചെയ്യുകയും ചെയ്യുമ്പോൾ സഫയർ ഡയറക്ടർ. അപ്പൊ അതിലൊക്കെ നമ്മുടെ താഴെയുള്ള ആളുകളുടെ പർച്ചേസിന്റെ ലെവൽ അനുസരിച്ചാണ് നമുക്ക് മന്ത്ലി ബോണസ് കിട്ടുന്നത്. ഏകദേശം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു മേടിച്ച് കാണാം മറ്റുള്ളവരും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കമ്പനിയുടെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് ബിസിനസ് ചെയ്യൂ, നന്നായിട്ട് വരുമാനം ഉണ്ടാക്കൂ, ആ വരുമാനം കാണിച്ച് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്ത് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കാണിക്കൂ. അപ്പൊ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകൂ. അതല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിവിടെ ഒന്നും സ്ട്രിക്റ്റ് ഇല്ല, അല്ലെ? നമ്മളെ ആരും നിർബന്ധിച്ച് നിങ്ങൾ ഈ മാസം എത്ര സ്പോൺസർ ചെയ്തു, ഈ ആഴ്ച എത്ര സ്പോൺസർ ചെയ്തു, എത്ര ബിസിനസ് ചെയ്തു, എത്ര പേരെ കണ്ടു എന്നിവിടെ നമ്മൾ ആരും നമ്മളെ കമ്പനിയോ നമ്മളെ ലീഡേഴ്സോ ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അക്കാര്യത്തിൽ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞ അലസന്മാരാണെന്ന് പറയാം. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? നമുക്ക് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണൽ കിട്ടേണ്ടതായിട്ടുള്ള വരുമാനം നമ്മൾ വാങ്ങിക്കുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെതായ രീതിയിലുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനായാലും ഇൻഷുറൻസിനായാലും ഒക്കെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ആണ് നടക്കേണ്ടത്. ഇവിടെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് ടാർഗറ്റ് ഇല്ലാത്തതുകൊണ്ടും നമ്മളെ വഴക്ക് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ടും നമ്മളത് ചെയ്യുന്നില്ല. നേരെ നമ്മൾ പോകുന്ന സ്കൂളിലായാലും ജോലി സ്ഥലത്തായാലും ചോദിക്കാനും പറയാൻ ആളുകളുള്ളതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. ലീവ് എടുക്കില്ല, ലീവ് എടുത്ത കാരണം പറയണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. ഇവിടെ നമുക്ക്, ഞാൻ പറയുന്നത് തമാശ രൂപത്തിലാണെങ്കിലും ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഇനിയെങ്കിലും നല്ല രീതിയിൽ കമ്പനി പറയുന്ന ഗോൾഡൻ റൂൾസ്, 3 ഗോൾഡൻ റൂൾസ് ആണ് ഉള്ളത്, സുവർണ്ണ നിയമങ്ങൾ. എന്താണത്? കമ്പനിയുടെ 3 ഗോൾഡൻ റൂൾസ് എന്താണ്? യൂസ് ദ പ്രൊഡക്റ്റ്, ഷെയർ ദ പ്രൊഡക്റ്റ്, ഷെയർ ദ ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഇരിക്കുന്നതിൽ 90% ആൾക്കാരും യൂസ് ദി പ്രൊഡക്റ്റും ചെയ്യും, ഷെയർ ദി പ്രൊഡക്റ്റും ചെയ്യും. മൂന്നാമത്തെ കാര്യം പലരും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ശരിയാണോ? ഹലോ, ശരിയാണ് സാർ. ഷെയർ ദി ഓപ്പർച്യൂണിറ്റി ആരും ചെയ്യാറില്ല. ഷെയർ ദി ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടും അപ്ലയൻസ്, പ്രതി എന്നെ പോലുള്ള അപ്ലയൻ ലീഡർ ഒട്ടും നിർബന്ധിക്കാറില്ല. അപ്പൊ ഏറ്റവും സുഖമായിട്ട് കുഴപ്പാൻ പറ്റിയ ടീമാണ് നമ്മുടേത്. നമ്മളുടെ ജെസി മാഡത്തിന്റെയോ ഷാജു സാറിന്റെയോ സാബു സാറിന്റെയൊക്കെ ടീമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ കേൾക്കാം, നല്ല ഫയറാവും, നല്ല ചീത്ത കേൾക്കാം. അപ്പൊ നമ്മളങ്ങനെയല്ല, നമ്മളും ജെന്റലായിട്ട് നമ്മളൊരു നല്ലൊരു ഗുഡ് ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പൈസയേക്കാൾ മറ്റ് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നമുക്ക് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, ഹാപ്പി ആയിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺസെപ്റ്റ്, നമ്മൾ ആദ്യം ബന്ധങ്ങൾ സൃഷ്ടിക്കുക, നല്ല നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക. ആ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ്സിനല്ല പ്രാധാന്യം. സമീർജിയുടെ ലക്ഷ്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് അന്ന് വന്നിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം സെൽഫി എടുക്കാനൊക്കെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓക്കെ, റൂസ മാഡം ട്രെയിനിങ്ങിന് പോകുന്നു പറഞ്ഞു. അപ്പോ പറഞ്ഞു വന്നത്, ഇനിയെങ്കിലും പുതിയ പ്ലാനിനനുസരിച്ച് നിങ്ങൾ മെമ്മറി ലോഗറൊക്കെ ഒന്നും കൂടി റീഫ്രഷ് ചെയ്ത്, നിങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങൾക്ക് പറ്റിയ കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് പഴയ രീതിയിലാണെങ്കിൽ നമ്മുടെ സാനിറ്ററി നാപ്കിന്റെ ഡെമോ ചെയ്ത്, ഡെസോളിന്റെ ഡെമോ ചെയ്ത്, വണ്ടർ ഡ്രോപ്പിന്റെ ഡെമോ ചെയ്ത്, ടീ ഓയിലിന്റെ ഡെമോ ചെയ്ത്, പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഹോം ഷോപ്പ് പോലെയുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പ്രാധാന്യം കൊടുത്ത്, അപ്പൊ എന്താണ്, കൂടുതൽ വോളിയം വരും, കൂടുതൽ ഷെയറിംഗ് മോഡ്സ് കിട്ടും. അപ്പോൾ ബാക്ക് ടു ബേസിക്സ്, അതിലേക്ക് മടങ്ങി പൈസ ഉണ്ടാക്കുക, പൈസ എൻജോയ് ചെയ്യുക, അത് മറ്റുള്ളവരെ കാണിക്കുക. അങ്ങനെ ഒരു ശരിയായ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആയി മാറേണ്ട രീതിയിലാണ് കമ്പനിയുടെ പുതിയ പ്ലാൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ അധികം ഈ പറയുന്ന ഒരു വലിയ ലീഡറായിട്ട് അംഗീകരിക്കാതെ, എന്നാൽ അവർക്ക് കിട്ടേണ്ട മറ്റു ആനുകൂല്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി ഇന്നലെ പറഞ്ഞ ലോയൽറ്റി പ്രോഗ്രാം വെച്ചൊക്കെ കണക്കാക്കുമ്പോൾ റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾക്ക് നല്ല മാർജിനോ, കാരണം നേരത്തേക്കാളും മാർജിൻ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഫ്രഷ് മൊമെന്റ്സ് ടൂത്ത് പേസ്റ്റിന്റെ വില 2015 140 ഇപ്പോൾ അതിന്റെ വില 107 ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് 80 രൂപയ്ക്കാണ്. ഒരു ടൂത്ത് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 27 രൂപ മാർജിൻ കിട്ടും. അത് നല്ലൊരു മാർജിനോ. റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾക്ക് മാക്സിമം റീറ്റെയിൽ ബെനിഫിറ്റും മറ്റു ആനുകൂല്യങ്ങളും അൺലിമിറ്റഡ് ലോയൽറ്റിയും കൊടുക്കുന്നു. അറ്റ് സെയിം ടൈം നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഷെയറിംഗ് ബോണസും ട്രിപ്പിൾ പവർ ബോണസും കൊടുത്ത് നല്ല പൈസ കൊടുക്കുന്നു.
ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എപ്പോഴും വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം, ചോദിക്കാം. സാറേ ഗുഡ് മോർണിംഗ് സാർ. സാറേ നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, പക്ഷെ അപ്പോൾ നമ്മൾ കൂടുതൽ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ വിറ്റഴിക്കുമ്പോൾ അതില് നമുക്ക് ആ വിറ്റഴിക്കുന്നതിന്റെ ഇതിലും ഇൻകം നമുക്ക് കിട്ടാൻ സാധ്യതയില്ലേ? വിറ്റഴിക്കുന്നതിന് ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം ആലോചിച്ച് റീറ്റെയിൽ മാർജിൻ നമുക്ക് കൂടുതലാണ്. റീപർച്ചേസ് പ്രോഗ്രാം നമുക്ക് തരുന്നുണ്ട്. പുതിയ പേരിൽ പ്രോഡക്റ്റ് ഓപ്റ്റിമം എന്നുള്ള പേരിലും സ്പെഷ്യൽ ഓഫർ എന്നുള്ള പേരിലും ലോയൽറ്റിയും നമുക്ക് നേരത്തേനേക്കാളും കുറച്ചും കൂടി കൃത്യപ്പെടുത്തിയാൽ കൂടുതലാണ്. പക്ഷെ പേഴ്സണൽ പർച്ചേസിനുള്ള ബോണസിന്റെ കാര്യം പുതിയ പ്ലാനിൽ പറഞ്ഞിട്ടില്ല. അതിന് പകരം ഇത് റീറ്റെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ സ്പോൺസർ ചെയ്ത് അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ 100-125 രൂപ അയാൾ സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നത് നമ്മുടെ പെർഫോമൻസ് സ്പോൺസറെ കിട്ടുന്നത് ചെറിയ എമൗണ്ട് ആണ്. അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നിങ്ങൾ സ്പോൺസറിങ്ങിലൂടെ ഉണ്ടാക്കുമെന്നാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ മെസ്സേജ് കേട്ടോ. അതേസമയം നമ്മുടെ കൂടെ പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അവിടുന്ന് ലെവൽ ബോണസ് നമുക്ക് കിട്ടും. ലെവൽ ബോണസ് കേട്ടോ. അപ്പോ ബോണസ് കിട്ടുന്നുണ്ട്. നമ്മുടെ താഴെയുള്ള ആളുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ബോണസ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം സ്പോൺസറിങ്ങിലേക്ക് കൂടി നമ്മൾ തിരിയണം എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പൊ കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, വേറെ സംശയങ്ങൾ ചോദിക്കാം. നമ്മൾ ബിജു സാറ് ഫ്രീ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രോഗ്രാമിലുള്ള മറ്റ് ലീഡേഴ്സിനും ഷെയർ ചെയ്യാം. പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളെ എൻകറേജ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്ത കാര്യങ്ങളായിരിക്കട്ടെ ഈ ചർച്ചയിൽ വരേണ്ടത്. കാരണം എവിടെയും ചെറിയ ചെറിയ മൈനസ് പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കമ്പനിയോട് നമ്മൾ പലതും ചോദിക്കുന്നുണ്ട്. അതിലൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ട് മറ്റു കാര്യങ്ങൾ ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത്, അല്ലെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. 8:57 ആയിട്ടുണ്ട്. നമുക്കിനി അധികം സമയമില്ല. ഇപ്പൊ 5 ടൈപ്പ് ഇൻകം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. 4 ടൈപ്പ് ഇൻകം വീക്കിലിയിൽ ലഭിക്കുന്നു, 1 ടൈപ്പ് ഇൻകം മന്ത്ലിയിൽ ലഭിക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ 20,000 പേഴ്സണൽ PV കൊണ്ടുവന്നാൽ, അതായത് CV കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ഡയറക്ടർ ആവുന്നുള്ളൂ. ആ ഡയറക്ടർക്ക് ഇനി താഴെ സ്പോൺസർ വന്നെങ്കിൽ മാത്രമാണോ കിട്ടുന്നത് പിന്നെ കൂടുതൽ ഇൻകം? അല്ല, നമ്മൾ എത്ര രൂപയ്ക്ക്, അതായത് എത്ര വരുമ്പം മേടിക്കണം എന്നുള്ളതെന്ന് പറഞ്ഞാൽ മേഡം, നമ്മളിപ്പോ അനുസരിച്ച് നമുക്ക് സിൽവർ ഡയറക്ടർ ആകാനായിട്ട് 20,000 ഗ്രൂപ്പ് CV ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ അതില് നമ്മുടെ താഴെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ലെവലിൽ നിന്ന് നമുക്ക് ബോണസ് കിട്ടും. നമുക്ക് താഴെ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ആ ഓളിത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോണസ് കിട്ടും. പഴയ ഡയറക്ടർ ബോണസ് എന്നുള്ള ആ കോൺസെപ്റ്റ് ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വീക്കിലി കമ്മീഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ ആൾക്കാരെ സ്പോൺസർ ചെയ്ത് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുമ്പോൾ അത് അഡ്വൈസർ ആകാം, പ്രിഫേർഡ് കസ്റ്റമർ ആകാം കേട്ടോ. അവര് ആധാർ കാർഡ് FSSI എടുക്കാതെ കസ്റ്റമറായിട്ട് വന്നാൽ പോലും അവർ ചെയ്യുന്ന പർച്ചേസ് അത് എത്രയായാലും 500 CV ചെയ്താലും 1000 ചെയ്താലും 2000 ചെയ്താലും അതിന്റെ 20% ബോണസ് ആയിട്ട് നമുക്ക് കിട്ടും. 20%. ചുരുക്കി പറഞ്ഞാല് നമ്മൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ എല്ലാവരോടും സ്പോൺസറിങ് ചെയ്യാനും ഹൗസ് മീറ്റിംഗ്സ് വെക്കാനും 1-to-1 ചെയ്യാനും നിരന്തരമായിട്ട് പറയാറുണ്ടെങ്കിൽ ആരും ചെയ്യാറില്ല. ഇപ്പൊ അതൊക്കെ ചെയ്താൽ മാത്രമേ കൂടുതൽ ബെനിഫിറ്റ് കിട്ടൂ എന്ന രീതിയിലൊക്കെയാണ് കമ്പനി വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് തിരിക്കുക, കൂടുതൽ പൈസ ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു. വേറെ എന്താണ്? സെറിൽജി ഒക്കെ വന്നിട്ടുണ്ട്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജോമൽ മാഡത്തിന് ചോദിക്കാം. സാറേ, ഒരു ഡൗട്ട് ഉള്ളത്, ഒരു ഡൗട്ടേ ഉള്ളൂ സാറേ. പറയൂ. പുതിയതായിട്ട് അഡ്വൈസായിട്ട് ജോയിൻ ചെയ്ത ഒരാൾക്ക് FSSI നേരത്തെ ഉള്ളതാണ് വീണ്ടും എടുക്കേണ്ട കാര്യമില്ലല്ലോ? അതെ മാഡം, നമുക്ക് FSSIയുടെ സെക്ഷൻസ് പലതുണ്ട്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു ബേക്കറി നടത്തുന്ന ആളോ അല്ലെങ്കിൽ നിലവിലൊരു അല്ല മെഡിക്കൽ സ്റ്റോർ നടത്തണം. അവർക്കുള്ള ആയുർവേദ മെഡിക്കൽ സ്റ്റോറാ. ഏതാണ്? ആയുർവേദ മെഡിക്കൽ സ്റ്റോർ നടത്തണം. കാരണം അത് മനസ്സിലായി. അപ്പൊ അതിന്റെ FSSI സിസ്റ്റം ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ഡയറക്ട് സെല്ലിങ്ങിലുള്ള ഉൽപ്പന്നങ്ങളുടെ റേഞ്ച് വേറെയാണ്. ഇപ്പൊ ന്യൂട്രീഷനും ഉണ്ട്, അല്ലാതെയുള്ള പല സപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് അതിൽ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഇത് വേറെ എടുക്കേണ്ടി വരും കേട്ടോ. കാരണം ഇതിൽ തന്നെ നമുക്കറിയാം ഒരുപാട് കാറ്റഗറി കമ്പനി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. 10-11 കാറ്റഗറി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വേറെ എടുക്കേണ്ടി വരും.
നിലവിലുള്ള FSSAI ഇതിന് പറ്റില്ല, ഡയറക്ട് സെല്ലിങ്ങിന്റെ പറ്റില്ല. ക്ലിയർ ആണല്ലോ മാഡം? ഓക്കെ സാർ. കാരണം ഓക്കെ. അതിന്റെ സെക്ഷൻസ് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ തന്നെ പല പല സെക്ഷൻ ഉണ്ട്. നമുക്ക് പല റേഞ്ചിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്. ന്യൂട്രീഷൻ ഉണ്ട്, ഫുഡ് ആൻഡ് ബീവറേജസ് ഉണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ലൈസൻസ് വേറെയാണ്. അപ്പൊ അത് നമ്മൾ വേറെ എടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് പ്രസന്റേഷൻ ഉണ്ടാവും, ഇടയ്ക്ക് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. ഇത് കൂടാതെ MLCയുടെ പ്രോഗ്രാം ഉണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മളുടെ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള MLCയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആളുകൾക്കാണ്, കൊച്ചിയിലുള്ളവർക്കാണ്. നമ്മളൊരു ഫിറ്റ്നസ് ക്ലബ്ബ് പ്ലാൻ ചെയ്യുന്നതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ MLCയിൽ. അവിടെ രാവിലെയും വൈകിട്ടും 1.5 മണിക്കൂർ സ്പെഷ്യലായിട്ട് MLC തുറക്കുകയും അവിടെ ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് അവിടെ ചെറിയ ട്രെയിനിങ്ങും അല്പസമയം സൂംബ ഡാൻസോ അല്ലെങ്കിൽ എയറോബിക്സോ ഡാൻസ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ, അതേമാതിരി വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വെയിറ്റ് കൺട്രോൾ വേണ്ട ആൾക്കാർക്ക് ജ്യൂസ് അവിടെ നിന്ന് ലഭിക്കുന്നതിനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉടനെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ട്. 250 രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള ചാർജ്. അതിൽ ഈ പറയുന്ന ജ്യൂസും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ടീ, പിന്നെ ഈ പറയുന്ന എക്സസൈസ് ചെയ്യാനുള്ള മ്യൂസിക് കേട്ട് ഡാൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ട്രെയിനിങ് ഉണ്ടാവും. അങ്ങനെ ഒരു ഹെൽത്ത് ക്ലബ്ബ് പോലെ കമ്പനി ആരംഭിക്കുന്നുണ്ട്. അതില് കൂടുതൽ ദിവസങ്ങളിലേക്ക് എടുക്കുമ്പോൾ 250 രൂപ വരില്ല. പിന്നെ 250 രൂപ മുടക്കുന്ന രീതിയിൽ ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 രൂപ റെഫറൽ ബോണസ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഒരു ഫ്രണ്ടിനെ, കസ്റ്റമറെ ഈ ഫിറ്റ്നസ് ക്ലബിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരവിടെ വന്നു കഴിഞ്ഞാൽ 50 രൂപ നമുക്കൊരു പ്രൊമോഷൻ എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. അത് ഒരു മാസം 1500 രൂപ വരെ നമുക്ക് നേടുന്നതിനുള്ള അവസരമുണ്ട്. ഈ രൂപയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മളെ വേണ്ടപ്പെട്ട ആളുകളെ ഹെൽത്തി ആക്കാൻ, എനർജറ്റിക് ആക്കാൻ, അവർക്ക് ദീർഘായുസ് ലഭിക്കാൻ, രോഗങ്ങളില്ലാതെ ജീവിക്കാൻ, അവരെ ബോഡി ഫിറ്റ് ആക്കാൻ, പ്രായം കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനപ്പെടുന്നത് MLCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പൊ ഇവിടെ ത്രിസ മാഡം ഉണ്ട്, ആനി മാഡം ഉണ്ട്, സിറിൽജി ഉണ്ട്, റിനി മാഡം കുറച്ച് അകലെയാണ്, പിന്നെ ജോമോൾ മാഡം വലിയ കുഴപ്പമില്ല, കടവന്തരയാണ്. ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവസരമുള്ളത്. അപ്പൊ ബോഡി ഫിറ്റ് ആക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ വന്ന് ഡാൻസ് ചെയ്യാം, വേണേൽ പാട്ടൊക്കെ പാടാം. അവിടെ നല്ല ഓഫീസ് ഉണ്ട്, നമുക്ക് ഡാൻസ് ചെയ്യാം, ജ്യൂസ് കുടിക്കാം. അങ്ങനെ അപ്പൊ അവിടേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യാം. അപ്പൊ അത് ഇതിനോടൊപ്പം കമ്പനി ആരംഭിക്കുന്നുണ്ട്. അപ്പൊ കമ്പനി നമ്മൾ ഉദ്ദേശിക്കാത്ത വേറെ ലെവലിലാണ്. ഇതൊന്നും പണ്ട് നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ് കമ്പനിയുടെ വിഷൻ. ഇനിയും അത്ഭുതങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. ഈ അത്ഭുതങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണമേ എന്ന് മാത്രമാണ് എന്റെ റിക്വസ്റ്റ്. കുറെ പേര് ഈ അത്ഭുതങ്ങൾ കാണാതെ പുറത്ത് കഴിയുന്നുണ്ട്. ഈ സന്തോഷവും സൗഭാഗ്യവും ഹെൽത്തും ദീർഘായുസും ഒന്നും കിട്ടാതെ ഓർഡിനറി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. മോദിക്കയിൽ വന്നിട്ട് പോലും ഇത് മനസ്സിലാക്കാതെ. അപ്പൊ അവരെ പറ്റി നമ്മുടെ മനസ്സിലുള്ള എന്താണ് ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറയണത്? എന്താ അവരോട് നമുക്ക് എന്താണ് കാഴ്ചപ്പാടുന്ന എന്താണ് വേണ്ടത്? ക്രിസ്ത മേഡം, സഹതാപം. സഹതാപം, ആ വാക്കാണ് ഞാൻ നോക്കി. ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതെല്ലാം എൻജോയ് ചെയ്യാതെ ട്രഡീഷണൽ രീതിയിൽ പോയി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇവിടെ ഒരു ഓവറോൾ സക്സസ് ആണ് കമ്പനി തരുന്നത്. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും സംഗീതവും ട്രിപ്പും അല്ലെ, കൂട്ടായ്മയും അവയർനെസ്സും ഇതെല്ലാം കൂടിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇതൊന്നും മാറി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വലിയ നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാവരും ഇനിയും കമ്പനി തരുന്ന അത്ഭുതങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് വളരെ എനർജറ്റിക് ആയിട്ടും ഉത്സാഹത്തോടും കൂടിയും ആകാംക്ഷയോടും കൂടി മോദിക്കലായിരിക്കുക. അത്ഭുതങ്ങളൊക്കെ വരാൻ പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. 9:04 നമ്മുടെ ലീഡേഴ്സിനെ ആർക്കെങ്കിലും 1-2 മിനിറ്റ് സംസാരിക്കാം. ലീഡേഴ്സിന് എല്ലാവരും ലീഡേഴ്സ് ലീഡർ ആണെന്ന് സ്വയം തോന്നലുണ്ടാകുമ്പോഴാണ് അയാൾ ലീഡറായിട്ട് മാറുന്നത്, അല്ല സീനിയറിറ്റി ഒന്നുമല്ല. മുമ്പിലേക്ക് വരുന്ന ആളാണ് ലീഡർ. ആരാണ് ലീഡർ നോക്കട്ടെ? 1 മിനിറ്റാണ് സമയം. ലീഡറാണ്. ഓക്കെ, വെൽക്കം. അപ്പൊ ഇന്നലെ സുനിൽജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞതെല്ലാം മറന്നേക്കുക, ഇത് പുതിയതായിട്ട് നമ്മളൊരു പുതിയ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. നമുക്ക് മുമ്പുണ്ടായിരുന്ന പ്ലാനിന്റെ അവശിഷ്ടങ്ങളും അതിന്റെ ഓർമ്മകളിൽ നിന്നൊക്കെ മുക്തരായിട്ട് ഈ പ്ലാൻ ശരിക്കും മനസ്സിലാക്കി ഇതനുസരിച്ച് പ്രവർത്തിക്കുക
ആണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂ വേ എന്ന് എടുത്തു പറയാനും ഉള്ള കാര്യം. അപ്പോ ഇനിയിപ്പോ പഴയതുമായിട്ട് കമ്പയർ ചെയ്ത് നിൽക്കണ്ട, എന്തായാലും അപ്ഡേഷൻസ് കമ്പനി കൊണ്ടുവരും. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ ഷേപ്പ് ഷിഫ്റ്റ് ആണ്. അപ്പൊ അത് ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പ്രൈസ് ഒക്കെ വെച്ചിട്ട് എനിക്കിത് ഇപ്പൊ ഞാനൊക്കെ ഒരു സാധാരണക്കാരനാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. അതിന് പറ്റിയിട്ടുള്ള ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ രാവിലെ ജോഗിങ്ങിന് പോണവരെയും ഒക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അവരായിട്ടൊക്കെ കണ്ട് സംസാരിച്ച് നമുക്ക് ഈ ഫിറ്റ്നസ് ക്ലബിലേക്കും റെക്കമെൻഡ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് അവരെങ്ങനെയും അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാനും അതിനുള്ള കഴിവുള്ളവരും ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു കാറ്റഗറി സെയിൽ ചെയ്യാൻ സാധിച്ച നല്ല PV ഒക്കെ കിട്ടും, നല്ല ജോയിനിങ് വരും. അതുവഴി നമുക്ക് നമ്മുടെ മറ്റുള്ള പ്രൊഡക്റ്റുകളും അവരുടെ വീട്ടിലേക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമേഴ്സ് ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ചാൻസ് വളരെ അധികം ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പോണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഇൻകം കിട്ടുന്ന പ്ലാൻ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ് സാർ. താങ്ക് യു ബിജു സാർ, നന്നായിരുന്നു. ഞാൻ ബിജു സാറിനോട് പറയായിരുന്നു, സുനിൽജി, കുരിക്കാട്ടുള്ള ഓട്ടോ ഒക്കെ കുറച്ചിട്ട് ഒരു യൂബർ ടാക്സി ഒക്കെ ആയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 4 വീലറിലേക്കൊക്കെ മാറി ടൗണിലേക്ക് വരാൻ പറയായിരുന്നു. കുറച്ചും കൂടി കംഫർട്ടായിട്ട്, കുറച്ചും കൂടി എക്സിക്യൂട്ടീവ് സ്റ്റൈലിലൊക്കെ മാറി, സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടി നല്ല ആൾക്കാരൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊച്ചിയിലേക്ക് വരാൻ ഞാൻ ക്ഷണിക്കായിരുന്നു. ഞാൻ ബിജു സാറോട് സംസാരിക്കുന്നു. അപ്പൊ ബിജു സാർ അത് ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബിജു സാർ ഓക്കെ അല്ലേ? ഹലോ. സാർ ഓക്കെ, എല്ലാവരും ഞങ്ങളുടെ നിലവാരം ഉയർത്തണ്ടേ? നമ്മുടെ നിലവാരം ഉയർന്നുകൊണ്ടേയിരിക്കണം. അതെ, ഞാനിപ്പോ പ്രായമാവുന്നതോറും നമ്മുടെ നിലവാരം ഉയരണം. മറ്റു സ്ഥലങ്ങളിൽ പ്രായമായി വടിയും കുത്തിപ്പിടിച്ച ആൾക്കാർ നടക്കുമ്പോൾ നമ്മൾ പറക്കാൻ പോയി. ഞാൻ പറ്റിട്ടേ സാർ, എനിക്കും വരാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റിന്റെ ഷെയ്ക്കിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കതിന് ഓർഡർ കിട്ടി. ഫസ്റ്റ് 1-ാം തീയതി എടുത്തു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു കൂടുതൽ കോൺഫിഡൻസ് തന്നു. അപ്പൊ അത് നമ്മുടെ റിനേ മാഡത്തിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് വേണ്ട ആൾക്കാർ എൻ്റെ ഈ സറൗണ്ടിങ്സിൽ ഉണ്ടെന്ന് ഉള്ളത് പോലും ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ വേണ്ട ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് അതിന്റെ കോംബോ ആയിട്ട് അല്ലെങ്കിൽ പോലും സിംഗിൾ ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് ഫാറ്റ് ബേൺ ടാബ്ലറ്റും, അപ്പൊ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കുക, അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫാറ്റ് ബേൺ ടാബ്ലറ്റിൽ കൊടംപുളിയുടെ സത്തും പിന്നെ ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, പിന്നെ കടുക്ക, ഇത്രയും സംഭവമാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നത്. അപ്പൊ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആളുകൾക്ക് പേടിയായിരിക്കും ഇത് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ തരുമ്പോഴത്തേക്കും ഇനി ഇത് സിന്തറ്റിക് ആണോ എന്നൊക്കെ ഉള്ളു. അപ്പൊ അതല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു കാറ്റഗറിയാണത്. താങ്ക് യു സാർ. താങ്ക് യു, നല്ല സ്പീച്ച് ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് നമ്മളുടെ ഫാമിലിയിൽ നമ്മുടെ കൃഷ്ണസുശീല മാഡം, അതേമാതിരി അമ്പിയ മാഡം ഒക്കെ ഓൾറെഡി നല്ല നല്ല ഹെൽത്ത് ടിപ്സ് നമുക്ക് തരുന്നവരാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് റിനി മാഡം നമ്മളുടെ ഫാമിലിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയൊരു ട്രെയിനറാണ് നമ്മളുടെ ഈ ഒരു ആയുർവേദ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ മാഡത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ സിബി സാറൊക്കെ സംസാരിച്ചിട്ട് ട്രെയിനിങ്ങുകളൊക്കെ എടുക്കാനും ഒക്കെ തയ്യാറാവുക. അപ്പോ നമ്മൾ സുശീല മാഡം പ്രോഗ്രാമിൽ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. സുശീല മാഡം ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടോ സാർ? നമുക്ക് ഇതിന്റെ ബ്രോഷറൊക്കെ കിട്ടുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ബ്രോഷറൊക്കെ കൊടുത്തിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല കാര്യമായിരിക്കും. ഓക്കെ, ബ്രോഷറൊക്കെ ഓൾറെഡി നമുക്ക് PDF ഫയലായിട്ട് കമ്പനി അയച്ചിട്ടുണ്ട്. നമുക്ക് നേരെ കഫേയിൽ പോയി കഴിഞ്ഞാൽ പ്രിന്റ് എടുക്കാം. താമസിയാതെ കമ്പനി അത് ബ്രോഷറായിട്ട് ഇറക്കും. അപ്പൊ അതിന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ
ബിജു സാറൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സാർ അതിന്റെ ഹെൽപ്പൊക്കെ ചെയ്തിരും. അന്ന് ഫ്രീഡത്തിന്റെ ഓർക്കുള്ളൂ, ഫ്രീഡത്തിന്റെ അദ്ദേഹം നിലവിലുള്ള ഫയലിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അത് കൂടെ കമ്പനി വേറെ നമുക്ക് അയച്ചിരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിനി മാഡത്തിന്റെ ഒക്കെ ട്രെയിനിങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ അടുത്ത ദിവസങ്ങളിലൊക്കെ? അത് മാഡത്തിന്റെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ്സും ബോധീകരണ ഉൽപ്പന്നങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ? ട്രൈ ചെയ്യാം സാറേ, ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. പ്രോഗ്രാമിലായിരിക്കുന്നതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നമ്മുടെ രജീഷ് ജി, ദിലീപ് ജി, സിനിൽ സാറിന്റെ അടുത്തൊക്കെ ഒരു വാക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. കംഫർട്ടബിൾ ആണ് സംസാരിക്കാം, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. മറ്റു റീഡേഴ്സിനും വേണമെങ്കിൽ ഒരുമിച്ച് സംസാരിക്കാം. 9:11 ആയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ സബ്ജക്ട് ആയതുകൊണ്ടാണ് നമ്മൾ അല്പം കൂടി സമയം എടുത്തത്. കംഫർട്ടബിൾ ആയിട്ട് പറയൂ ജോമോൾ മാഡം. ഞാനും ഒരു ലീഡർ ആകാനായിട്ട് ശ്രമിക്കണല്ലോ, അപ്പൊ ഒരു വാക്ക് പറഞ്ഞു. ശ്രമിക്കുന്നത് ഓൾറെഡി ലീഡർ ആണല്ലോ. സാറ് പറഞ്ഞ പോലെ ഈ നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച്, പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ശരിക്കും നന്നായിട്ട് പഠിക്കണം. അച്ഛാ ഇപ്പോഴുള്ള ആളുകളൊക്കെ ഈ നമ്മളുടെ ആരോഗ്യത്തിൽ വളരെ എന്താണ് പറയാ, ഭയങ്കര അതിനെക്കുറിച്ച് ആദി പിടിച്ച് നടക്കുന്ന ആളുകളാണ്. അത് രാവിലെ പനമ്പിള്ളിയാറിൽ ചെന്നാൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് ശരിക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ ഈ ബിസിനസ് നന്നായിട്ട് പോകും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഒരു കസ്റ്റമറെ കിട്ടി. അപ്പൊ പ്രോഡക്റ്റ് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ആ പ്രോഡക്റ്റ് പഠിച്ചപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ജോമേഷ് സാറ് നന്നായിട്ട് പറഞ്ഞു തന്നല്ലോ നമ്മളുടെ ഷേക്ക് ഷിഫ്റ്റിനെ ഒക്കെ പറ്റി. അത് നന്നായിട്ട് തന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ അവരത് എടുത്തു, വിലയൊന്നും നോക്കിയില്ല. അപ്പൊ ആരോഗ്യത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ആളുകളെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അറിവും കൂടി നമുക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലോണം പഠിച്ചിരിക്കണം. അവര് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദ്യം, കാരണം ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫേക്ക് ന്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മളുടെ വായടപ്പിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ അതെല്ലാം മറികടക്കാനായിട്ടുള്ള മറുപടികൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വിജയം കിട്ടും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. താങ്ക് യു, നല്ല ഇൻഫർമേഷൻ ആണ്. കാരണം നമ്മളുടെ ജോമോൾ മാഡം പറഞ്ഞ പോലെ പനമ്പള്ളിയാറിലും അതേമാതിരി നമ്മളുടെ രാജീവ് ഗാന്ധി നമ്മളുടെ നെഹ്റു സ്റ്റേഡിയം, ജവഹർലാൽ സ്റ്റേഡിയം കല്ലൂരി, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം ആളുകൾ അതിരാവിലെ വളരെ തിരക്കില് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എക്സസൈസ് ആയിട്ട് ബന്ധപ്പെട്ട്. അതേമാതിരി നമ്മുടെ കടവന്തറ സ്റ്റേഡിയത്തിലുള്ള അവിടെ ആ സ്റ്റേഡിയത്തിൽ ഈ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ എന്റെ അറിവ് ശരിയാണെങ്കിൽ 1 lakhന് മേലെ കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു മെമ്പർഷിപ്പ് പോലും കിട്ടണം. അവിടുത്തെ ഫിറ്റ്നസ് സെന്റേഴ്സിൽ പോയി എക്സസൈസ് ചെയ്യുന്നതിനൊക്കെ വേറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഒരുപാട് ആൾക്കാർ കൊച്ചിയിലുണ്ട്. അപ്പൊ അവരോടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാല് ധാരാളം ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ മേഖലയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളും ഉണ്ട്. അവരൊക്കെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നുണ്ട്. അപ്പോ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സമിതി ഈ പ്രോഗ്രാമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രമല്ല കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പല ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്നു, പ്രായം അധികം ആകുന്നതിന് മുമ്പേ മരിക്കുന്നു. അപ്പോ ഹെൽത്ത് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ്. അതാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അവെയർ ആവേണ്ടതും നമ്മുടേതായ രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച്, സപ്ലിമെന്റ്സ് കഴിച്ച്, എക്സസൈസ് ചെയ്ത്, വെള്ളം കുടിച്ച്, നല്ല ജീവിതശൈലി കൊണ്ടുവന്ന് നമ്മളാൽ കഴിയുന്നത് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം. താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ജഗത് പിതാവ് ഈശ്വരന് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മൾക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കാം. അപ്പൊ അത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പൊ അത് മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കണ്ടെത്തുക, അവരെ നമ്മുടെ ഫാമിലിയോടൊപ്പം ചേർക്കുക. അങ്ങനെ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് നമ്മുടെ ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈസ് ബ്രാൻഡ് ഓയിലും നമ്മുടെ മായമില്ലാത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സപ്ലിമെന്റ്സും ഒക്കെ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫിറ്റ്നസ് ക്ലബിലൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് മോദിക്കാരന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്, മറ്റു കമ്പനികൾക്കൊന്നും അതില്ല. അപ്പോ കോർട്ട് റെഡി ആയിട്ടുണ്ട്, ബോൾ നമ്മുടെ കാലിലുണ്ട്, ഇനി അടിക്കുക എന്നുള്ളത് മാത്രമാണ്. പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ട് അടിക്കുക, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകളുണ്ട്. അപ്പോൾ സമയത്തിന്റെ പോരായ്മയിൽ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you, sir. Very much, sir. Thank you all. Good night. Thank you all. Good night. Thank you, sir. Thank you all. Thank you.
ഗോമതി മാഡത്തിന്റെ ശബ്ദം കുറെ നാൾക്ക് ശേഷം കേട്ടു. ഗോമതി മാഡം ഏത് ഐഡിയിലാണ് കയറിക്കണത്? എവിടെന്നാ കേട്ടു? ബാബു? ഞാനുണ്ട് സാറേ. ബാബു, ഓക്കെ ശരി. ഓക്കെ ഗ്രേറ്റ്. ഗോമതി സതീശൻ മാഡം ഉണ്ടോ? ഒരു വാക്ക് വേണം കേൾക്കാൻ ആഗ്രഹം. കുറെ നാളായി മാഡത്തിന്റെ ശബ്ദം കേട്ടിട്ട്. സാറേ ഞാൻ ഇച്ചിരി പ്രോബ്ലത്തിലായിരുന്നു. പുള്ളിക്കാരന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അത് കാരണം ആ റെസ്റ്റില് പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് മീറ്റിങ്ങിലൊന്നും കയറാൻ പറ്റുന്നില്ലായിരുന്നു. അതാ മീറ്റിങ്ങിനൊന്നും വരാതിരുന്നത് ഞാൻ. ഓക്കെ, അപ്പൊ ശക്തമായിട്ട് തിരിച്ചു വരൂ. ഓക്കെ, തീർച്ചയായിട്ടും. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു ട്രിസ മാഡം, ആനി മാഡം, സുനിൽജി, റിനി മാഡം. ഓക്കെ.